പെൺകുട്ടി യാതൊരു വിധത്തിലുമുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സും എടുക്കാതെ വെള്ളത്തിലേക്ക് ചാടുന്നു. കൂടെ ഒരു പക്ഷിയെയും കൂട്ടിയിട്ട് പോകുന്നു. ആ പറവയാണ് അവൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. കുറെ ആഴത്തിലെത്തിയതിനു ശേഷം ആ പറവ അവളെ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇവള് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് നീന്തി ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പഴക്കമുള്ള ഫേസ് കാണുന്നു. അതും അത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഫേസ് ആകുന്നു. അവൾ നേരെ അതിനടുത്തേക്ക് പോയിട്ട് അതിന്മേലുണ്ടായിരുന്ന ഒരു ലിവർ പോലുള്ള എന്തോ ഒന്ന് വലിച്ചതും ഉടനെ അതിൽ നിന്നും എന്തോ ഒന്ന് ഓപ്പൺ ആവുകയും അവൾ അതിനകത്തേക്ക് പോവുകയും ചെയ്യുന്നു. പല വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പാലസ് വെള്ളത്തിനിടയിൽ മുങ്ങിക്കിടക്കുവാണ്. അതിനകത്ത് എന്തോ ഒരു അമാനുഷിക ശക്തിയുണ്ട്. അതിനകത്തേക്കാണ് അവൾ ഇപ്പോൾ പോയിട്ടുള്ളത്. അതിനകത്തേക്ക് എത്തിയതും വന്ന ഉടനെ അവൾ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്തു. അവൾ അവിടെ എത്തിയതും അവിടെ മൊത്തം കത്താൻ തുടങ്ങി. ഉടനെ അവിടെ മൊത്തം വെളിച്ചം കൊണ്ട് നിറഞ്ഞു. ഇരുട്ടിൽ നിന്നും ഒരു വലിയ ശില്പം അവളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ ഇവൾ ആ ശില്പം തേടി വന്നതല്ല. അവൾ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലറക്കരികിൽ ഇരിക്കുന്നു. എന്നിട്ട് കഴുത്തിൽ നിന്നും ഒരു നെക്ലേസ് എടുത്ത് അതിൽ വെക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ സ്ഥലം മൊത്തം ഫ്രീസായി മാറുന്നു. ഇത് കണ്ട് പേടിച്ച് ജസ്റ്റ് മിസ്സിൽ അവൾ അവിടെ നിന്ന് പിറകോട്ട് ചാടുന്നു. അല്ലെങ്കിൽ അവളും ഫ്രീസായി പോകേണ്ടതായിരുന്നു. അങ്ങനെ ചുറ്റുമുള്ള അറ്റാക്കെല്ലാം കഴിഞ്ഞതിനു ശേഷം ആ നെക്ലേസ് എടുത്തിട്ട് ആ കല്ലറ തുറക്കുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ പഴയ കാലത്തെ ഒരു റാണിയുടെ ബോഡി കാണുന്നു. ആ ബോഡിയുടെ തലയ്ക്ക് പിന്നിൽ എന്തോ ഒന്ന് കിടപ്പുണ്ട്. അത് എടുത്തിട്ട് അവൾ ആ സ്ഥലം വിട്ട് വേഗം പോകുന്നു.